അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് താൻ പിന്മാറില്ലെന്ന് ജോ ബൈഡൻ. ഡൊണാൾഡ് ട്രംപിനെ തോൽപ്പിക്കുവാൻ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി താനാണെന്നും ജോ ബൈഡന്റെ അവകാശവാദം. അതേസമയം ബൈഡനെ മാറ്റാൻ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് കൂടുതൽ സമ്മർദ്ദം ഉയരുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, ശരിക്കും ഡെമോക്രാറ്റുകൾക്കിടയിൽ തന്നെ ജോ ബൈഡൻ അല്ല നല്ല സ്ഥാനാർത്ഥി എന്ന രീതിയിലുള്ളൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അമേരിക്കൻ പബ്ലിക് ഒപ്പീനിയൻ ജോ ബൈഡൻ അനുകൂലമാണോ പ്രതികൂലമാണോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടികൾക്കും അതുപോലെ ഈ പൊതുജനങ്ങളുടെ ഇടയിലും ഇത്തരം ഒരു അഭിപ്രായമാണ് ഉള്ളത്. 8 മാസങ്ങൾക്ക് ശേഷമാണ് ജോ ബൈഡൻ ഒറ്റയ്ക്ക് മാധ്യമ പ്രവർത്തകരെ ഇന്ന് അഭിമുഖീകരിച്ചത്. 1 മണിക്കൂർ നീണ്ട മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചില സമയങ്ങളിൽ പതറുന്നുണ്ടായിരുന്നെങ്കിലും പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ സംഭവിച്ച പിഴവുകൾ വരാതിരിക്കുവാൻ ഏറെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. ഡൊണാൾഡ് ട്രംപിനെ തോൽപ്പിക്കുവാൻ പറ്റിയ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി താനാണെന്നാണ് ബൈഡൻ ഇന്ന് അവകാശപ്പെട്ടത്. എന്നാൽ വിജയിക്കുവാൻ കഴിയുന്ന മറ്റ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടെന്ന് ബൈഡൻ പറഞ്ഞു വെക്കുകയും ചെയ്തു. പക്ഷെ അവർക്ക് ഒന്നേന്ന് തുടങ്ങണമെന്നാണ് ബൈഡൻ പറയുന്നത്. ഒരിക്കൽ ഡൊണാൾഡ് ട്രംപിനെ താൻ തോൽപ്പിച്ചതാണ്, ഇനിയും തോൽപ്പിക്കും. ഒരുപാട് ദൂരം പോകാനുണ്ടെന്നറിയാം, പക്ഷേ ഞാൻ മുന്നോട്ട് തന്നെ പോകുമെന്ന് ആവർത്തിച്ച് ബൈഡൻ പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നൊക്കെ പലപ്പോഴും ജോ ബൈഡൻ വഴുതി മാറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ബൈഡന് ഇടയ്ക്കിടെ നാവ് പിഴയ്ക്കുന്നുണ്ടായിരുന്നു. വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് എന്ന് പറയുന്നതിന് പകരം വൈസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് ബൈഡൻ ഇന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് നേറ്റോ സമ്മേളനത്തിലും ഇതേ നാവ് പിഴയുണ്ടായിരുന്നു. യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഈ നേറ്റോ നേതാക്കൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ പുടിൻ എന്ന് പറഞ്ഞായിരുന്നു പരിചയപ്പെടുത്തിയത്. എസ് കെ, മറുവശത്ത് ജോ ബൈഡൻ മാറണമെന്ന് ആവശ്യപ്പെട്ട് കൂടുതൽ മുതിർന്ന ഡെമോക്രാറ്റിക് നേതാക്കൾ ഓരോ ദിവസം കഴിയുന്തോറും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം ഒരു സെനറ്റർ ഉൾപ്പെടെ 14 US കോൺഗ്രസ് അംഗങ്ങൾ പരസ്യമായി ജോ ബൈഡൻ മാറിക്കൊടുക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. എസ് കെ എന്നെ ഇന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയും മുൻ സ്പീക്കർ നാൻസി പെലോസിയുമായി ബൈഡന്റെ വിജയ സാധ്യതകളെ പറ്റി തികച്ചും സ്വകാര്യമായി സംസാരിച്ചിരുന്നു. പ്രമുഖ ഡെമോക്രാറ്റിക് ലീഡേഴ്സ് പ്രതീക്ഷിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും കാര്യങ്ങൾ പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ബൈഡനെ പിന്മാറ്റാൻ സമ്മതിപ്പിച്ചെടുക്കാം എന്നാണ്. എസ് കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. അമേരിക്കയിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി അത് മാറിയിട്ടുണ്ട്. പ്രായം അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി ഉലച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സത്യമാണ്. എന്നാൽ അദ്ദേഹം മത്സരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറുമല്ല. ഡൊണാൾഡ് ട്രംപിനെ എതിർത്ത് തോൽപ്പിക്കാൻ ഏറ്റവും പറ്റിയ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി താനാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിശ്വസിക്കുന്നു. വിശ്വാസം അതല്ലേ എല്ലാം.